إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد كان لكم آية في فئتين التقطا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ സർവ ചരാചരങ്ങളുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യകളും മാതൃകയാക്കിക്കൊണ്ട് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹ സമ്പൂർണമായ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമ്മൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. റമദാനിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പരിപൂർണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് അനുഭവിക്കുവാൻ പറ്റുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതേപോലെയുള്ള ഒരു റമദാൻ 17-നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ ഗതി നിർണായകമായ ഒരു മഹാസംഭവം നടന്നിട്ടുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും തൻ്റെ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പലായനം ചെയ്തു പോവുകയും മദീന ജീവിതത്തിലെ 2-ാമത്തെ വർഷത്തിൽ, ഹിജറയ്ക്ക് ശേഷമുള്ള 2-ാമത്തെ വർഷത്തിൽ ഇതേപോലെയുള്ള ഒരു റമദാൻ 17-ന്റെ വെള്ളിയാഴ്ച രാവിലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബദറിലേക്ക് പോവുകയുണ്ടായത്. ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു സംഭവമാണ്. വിശുദ്ധ ഖുർആനിൽ ബദർ ദിനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള യൗമുൽ ഫുർഖാൻ വ യൗമൽ തഖൽ ജംആൻ, 2 സംഘം ആളുകൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ള സത്യാസത്യങ്ങളുടെ വിവേചനത്തിന്റെ ദിനം എന്നാണ് യൗമുൽ ഫുർഖാൻ. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക, ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിക്കപ്പെടുന്ന ഒരു ദിനമായിരുന്നു അന്ന് എന്നാണ് വിശുദ്ധ ഖുർആൻ ആ ദിനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിലൂടെ ഒരുപാട് പാഠങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഏതൊരു ചരിത്ര സംഭവത്തിലൂടെയും നമ്മുടെ ജീവിതത്തിൽ നീണ്ട നാൾ പാലിക്കേണ്ടതായ ഒരുപാട് ഇബറത്തുകളും ഗുണങ്ങളും ഉണ്ടാകും. അത് അനുഭവിക്കുക, അത് മനസ്സിലാക്കി ഉൾക്കൊള്ളുക എന്നതാണ് നമ്മൾ ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനയിലും അതിനെക്കുറിച്ചുള്ള ചിന്തയിലും നമ്മൾ ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടുകയും പിന്നീട് 13 വർഷക്കാലം മക്കയിൽ ജീവിക്കുകയും ചെയ്തു. മക്ക ജീവിതകാലം എന്ന് പറഞ്ഞാൽ
കൊടിയ പീഡനങ്ങളുടെ കാലമാണ്. ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് പലപ്പോഴും മറുനാടുകളിലേക്ക് പോയി രക്ഷപ്പെടേണ്ടി വന്നിട്ടുണ്ട്. എതിരാളികളുടെ ശത്രുത മൂത്തത് കൊണ്ട്, നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത പ്രയാസമുള്ളത് കൊണ്ട് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് യാതനകളും വേദനകളും അനുഭവിച്ചു. എന്തിനാണ് ഈ വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചത്? ഇസ്ലാമിന്റെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നാട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യം നിറവേറുന്നതിന് വേണ്ടി ആ മാർഗത്തിൽ ഏത് ത്യാഗവും അനുഭവിക്കാനുള്ള സന്നദ്ധത, അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ജീവിതത്തിൽ ഉണ്ടായത്. മക്കാ ജീവിതത്തിലെ 13 വർഷക്കാലം അനുഭവിക്കുക എന്നല്ലാതെ ഒന്നും തിരിച്ചു പറയാനോ ചെയ്യാനോ ദീനുൽ ഇസ്ലാം അനുവദിച്ചില്ല. അങ്ങനെയാണ് തന്റെ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോകുന്നത്. അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് മദീനയിലേക്ക് തന്റെ ജീവിത മാർഗത്തെ തന്നെ, തന്റെ ജീവിതത്തെ തന്നെ പതിച്ചു നടന്നത്. അവിടെ എത്തിയ ശേഷവും മക്കയിലുള്ള മുശ്രിക്കീങ്ങളുടെ കൊടിയ ദ്രോഹങ്ങളും പ്രയാസങ്ങളും നബിക്കും സഹാബത്തിനും അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് തിരിച്ചടിക്കുവാനുള്ള അവകാശം നൽകിയത്. സൂറത്ത് ഹജ്ജിൽ 40-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു അത് പറയുന്നു. ഉദീന ലില്ലദീന യുഖാതലൂൻ, യുദ്ധം ചെയ്യപ്പെടുന്നവരായ വിശ്വാസികൾക്ക് ഇതാ അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. ബിഅന്നഹും ളുലിമു, കാരണം അവർ അതിക്രമിക്കപ്പെട്ടവരാണ്. വിശ്വാസികൾ അതിക്രമിക്കപ്പെട്ടവരാണ്. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അങ്ങനെ അതിക്രമത്തിന് വിധേയമായവരായ റസൂലുള്ളാഹിനെയും സഹാബത്തിനെയും സഹായിക്കുക എന്നത് അള്ളാഹുവിന് കഴിവുള്ളവനാണ്. അവരെ സഹായിക്കാൻ കഴിവുടയവനാണ് അള്ളാഹു. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, ആരാണ് ഈ സഹാബത്ത്? ആരാണ് റസൂലുള്ളാഹ്? അല്ലദീന ഉഖ്രിജൂ, അവർ പുറത്താക്കപ്പെട്ടവരാണ്. മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന്, ജന്മനാടായ മക്കയിൽ നിന്നും അവിടെ ജീവിക്കാൻ കഴിയാതെ അവർ പടുത്തുയർത്തിയിട്ടുള്ള അവരെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ബിഗൈരി ഹഖ്ഖിൻ, യാതൊരു കാരണവുമില്ലാതെ, ഒരു അവകാശവും ഇല്ലാതെ പുറത്താക്കപ്പെട്ടു. ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഇല്ലാ അയ്യഖൂലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് ഏകനായ അല്ലാഹു മാത്രമാകുന്നു എന്ന് പ്രഖ്യാപിച്ച കാരണമല്ലാത്ത മറ്റൊരു കാരണവും ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാൻ അവർക്കുണ്ടായിട്ടില്ല. അവരെ കൊലയാളികളല്ല, തോന്നിവാസികളില്ല, അല്ല തമ്മാടികളല്ല, ഒന്നുമല്ല. ആകപ്പാട് അവർക്കെതിരെ ഉന്നയിക്കാനുള്ള വിഷയം എന്താ? ഇല്ലാ അൻ ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് ഏകനായ അല്ലാഹു മാത്രമാകുന്നു എന്ന പ്രഖ്യാപനം അവർ നടത്തി എന്നതല്ലാത്ത ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ല. അതിന്റെ പേരിൽ അവർ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ മദീനയിലേക്ക് അഭയം തേടി പോകേണ്ടി വന്നു. അങ്ങനെയുള്ളവരായ ആളുകൾക്കിതാ ഇനി മുതൽ തിരിച്ചടിക്കുവാനുള്ള അവകാശം, അതിനുള്ള അനുമതി അല്ലാഹു തആല നൽകിയിരിക്കുന്നു. ആ അനുമതിയുടെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള റമളാൻ 17, ഹിജ്റ 2-ാമത്തെ വർഷത്തിൽ റമളാൻ 17 വെള്ളിയാഴ്ച രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്നത്. ആ ഒരു സംഭവത്തിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളൊരു യുദ്ധത്തെ കുറിച്ച് ചിന്തിക്കുകയോ മറ്റുള്ളവർക്ക് എതിരെ അതിക്രമം കാണിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയോ ഒന്നുമല്ല ഇത് പറയുന്നതിന്റെ ഉദ്ദേശം. ഒരു ചരിത്രത്തിൽ നടന്നു പോയിട്ടുള്ളൊരു കാര്യത്തിൽ നമുക്കെന്ത് പാഠം ഉൾക്കാനുണ്ട്, ആ പാഠം ഉൾക്കൊള്ളൽ മാത്രമാകുന്നു നമ്മൾ ഇത് പറയുന്നതിന്റെ താല്പര്യം. അത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അവരുടെ ത്യാഗത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് കിട്ടാനുള്ള ഗുണപാഠങ്ങളെ കുറിച്ച് ഉണർത്തിച്ചിട്ടുണ്ട്. സൂറത്ത് ആല ഇമ്രാനിലൂടെ അല്ലാഹു തആല പറയാണ്, ഖദ് കാന ലക്കും ആയ, തീർച്ചയായും നിങ്ങൾക്ക് ഒരു ആയത്ത്, ദൃഷ്ടാന്തമുണ്ടായിട്ടുണ്ട്. ഫീ ഫിഅത്തൈൻ, 2 വിഭാഗം ആളുകളിൽ, ഇൽതഖതാ, അവർ പരസ്പരം കണ്ടുമുട്ടി, യുദ്ധം ചെയ്ത് കണ്ടുമുട്ടി. 2 വിഭാഗം ആളുകൾ, ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ആ 2 വിഭാഗത്തിൽ ഒരു വിഭാഗം യുദ്ധം ചെയ്യുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. വഉഖ്റാ, വേറൊരു വിഭാഗമുണ്ട്, അവരോ കാഫിറത്തുൻ,
നിഷേധികളായ ആളുകളാണ്. യറൗനഹും, ആ നിഷേധികളായ ആളുകൾ സത്യവിശ്വാസികളായ ആളുകളെ കാണുന്നു. മിസ്ലൈഹിം, അവരുള്ളതിനേക്കാൾ ഇരട്ടിയായി കാണുന്നു. റഅയൽ ഐൻ, കണ്ണോണ്ട് നോക്കിയപ്പോ ഉള്ളതിനേക്കാളും ഡബിൾ ആയിട്ട് അവർക്ക് കണ്ടു. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി, അല്ലാഹു തആല അവന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തും. മൻ യശാ, ആരെയാണോ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് അവനെ. ഇന്ന ഫീ ദാലിക, തീർച്ചയായും ഈ ഒരു കാര്യത്തിലുണ്ട്, ലഇബ്റത്തുൻ, ഗുണപാഠമുണ്ട്, ലിഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ളവരായ ആളുകൾക്ക് ഓരോ കാര്യത്തെയും ഉൾക്കാഴ്ചയോടുകൂടി ദർശിച്ചു കൊണ്ടിരിക്കുന്നവരായ ആളുകൾക്ക് ഈ പറഞ്ഞ സംഭവത്തിൽ വലിയ ഗുണപാഠമുണ്ട്. എന്താ ഗുണപാഠം എന്ന് പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യഥാർത്ഥത്തിൽ യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ട് പോയതല്ല. അബൂ സുഫിയാന്റെ യാത്രാ സംഘത്തെ തടയണമെന്ന ഉദ്ദേശത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സഹാബത്തും പോയത്. അവർ ഏകദേശം 313 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കയ്യിൽ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല, സന്നാഹങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ലാതെയാണ് ബദറിലേക്ക് അവർ പോയത്. മറുഭാഗത്താകട്ടെ 1000-ലധികം വലിയ സർവസജ്ജരായ സൈന്യവും സൗകര്യങ്ങളും പടക്കോപ്പുകളും എല്ലാം ഉള്ളവരായ ഒരു ജനവിഭാഗമായിരുന്നു. അവർക്കെതിരെയുള്ള ഈ ഏറ്റുമുട്ടലിൽ വിശ്വാസികളായ ആളുകൾക്ക് വമ്പിച്ച വിജയമുണ്ടായി. എങ്ങനെയാണ് വിജയമുണ്ടായെന്ന് ചോദിച്ചാൽ അതിന് കുറെ കാരണങ്ങളുണ്ട്. ആ വിജയം അവർക്ക് എങ്ങനെ ഉണ്ടായോ അതേപോലെ തന്നെയാണ് ആ ചരിത്രത്തെ കാണുന്നവരായ ആളുകൾ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത്. ഇതാണ് വിശുദ്ധ ഖുർആൻ അതിലെ ഗുണപാഠം പഠിപ്പിക്കാൻ വേണ്ടി ആയത്തുകൾ നമ്മുടെ മുമ്പിൽ തരാനുള്ള കാരണം. ആ പാഠം നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പിന്നെ ഇമാം സഅദി റഹിമഹുല്ല പറയുന്നു, ഖദ് കാന ലക്കും ദലാലത്തുൻ, നിങ്ങൾക്ക് വ്യക്തമായ തെളിവുണ്ട്, ഇബ്റത്തുൻ, ഗുണപാഠങ്ങളുണ്ട്, ഫീ ഫരീഖൈൻ, രണ്ട് വിഭാഗം ആളുകളിൽ, ഇൽതഖതാൽ ഖിതാൽ, യുദ്ധത്തിന് വേണ്ടി അവർ പരസ്പരം കണ്ടുമുട്ടി. യൗമ ബദ്രിൻ, ബദർ ദിവസത്തിൽ. അഹദുഹുമാ ഫിർഖത്തുൻ മുഅ്മിനത്തുൻ, അതിൽ ഒരു വിഭാഗം വിശ്വാസികളായ ആളുകളാണ്. വഹിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തുമാണ് ഒരു ഭാഗത്തുള്ളത്. തുഖാതിലു ഫീ സബീലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. നാട് പിടിച്ചടക്കാൻ വേണ്ടിയിട്ടല്ല, ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അല്ലാഹുവിന്റെ കലിമത്താകുന്നു ഏറ്റവും സമുന്നതം എന്ന് സ്ഥാപിക്കലാണ്. എന്താ അല്ലാഹുവിന്റെ കലിമത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്. അത് സമുന്നതമാണ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൂട്ടം ആളുകൾ അഥവാ വിശ്വാസികൾ യുദ്ധം ചെയ്യുന്നത്. വൽ കലിമത്തുല്ലദീന കഫറു അസ്സുഫ്ലാ, കാഫിരീങ്ങളായ ആളുകൾ പറയുന്ന ആദർശവും കാഴ്ചപ്പാടും താഴെയാണ്, അതപ്പതിച്ചതാണ്. അതിനെ കീഴ്പ്പെടുത്തുക, എന്നിട്ട് അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആദർശം പഠിച്ചെടുത്ത് ഉയർത്തുക. ഇതിനു വേണ്ടിയാണ് അവരുടെ യുദ്ധം. മറുഭാഗത്തുള്ളവരോ ഫിർഖത്തുൻ കാഫിറത്തുൻ, നിഷേധികളായ ആളുകളാണ്. വഹും കുഫാറു മക്ക, മക്കയിലെ കാഫിരീങ്ങളാണ്, മുശ്രിക്കീങ്ങളാണ്. അല്ലദീന ഖറജൂ, അവർ പുറപ്പെട്ടു വന്നതന്നെ എന്തിനാണ്? ഫഖ്റൻ, അവരുടെ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ടാണ്. വബതറൻ, അവരുടെ ധിക്കാരത്തിന് വേണ്ടിയിട്ടാണ്. വരിയാഅൻ, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വഅസബിയതൻ, അവരുടെ കക്ഷിത്വത്തിന്റെയും പക്ഷപാതിത്വത്തിന്റെയും വേണ്ടിയാണ്. ഒരു ആദർശമല്ല എന്നർത്ഥം. മക്കയിലെ മുശ്രിക്കീങ്ങൾ പാരമ്പര്യമായി കാത്തു സൂക്ഷിച്ചു പോകുന്ന ചില തത്വങ്ങളുണ്ട്. അതിന് എതിരെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലിമത്ത് വന്നിട്ടുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ വന്നിട്ടുള്ളത്. അത് അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയതാണ്. അപ്പോൾ അവരുടെ അഭിമാനം കാക്കാൻ വേണ്ടിയും ധിക്കാരത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. പക്ഷെ അങ്ങനെ വന്നവർക്ക് യറാഹും അൽ മുഅ്മിനീന, വിശ്വാസികളെ അവർ കണ്ടു, രണ്ടിരട്ടിയായിട്ട് കണ്ടു. ഹഖീഖത്തൻ ലാ റഅയൽ ഐനി, അവരുടെ കണ്ണോണ്ട് ഇങ്ങനെ നോക്കിയപ്പോ 313 ഒരുപാട് ഇരട്ടി ഉണ്ടെന്ന് അവർക്ക് അങ്ങോട്ട് തോന്നി. ഫനസറല്ലാഹു ഔലിയാഅഹു, അല്ലാഹു തആല അവന്റെ ഔലിയാക്കന്മാരായ റസൂലുള്ളാഹിനെയും സഹാബത്തിനെയും സഹായിച്ചു.
വല്ലാഹു യുഅയ്യിദു ബിനസ്രി, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം കൊണ്ട് സഹായിക്കും, ശക്തിപ്പെടുത്തും. മൻ യശാ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു വിചാരിക്കുന്നവരെ. ഇന്ന ഫീ ദാലിക്, അങ്ങനെ അല്ലാഹുവിന്റെ സഹായം കൊണ്ട് വിജയം കിട്ടിയവരായ ആളുകളിൽ ഉണ്ട് ഇബറതൻ, ഗുണപാഠമുണ്ട്, വഇളതൻ, ചില ഉപദേശവും നമ്മൾക്കുണ്ട്. ആർക്ക്? ലി അസ്ഹാബിൽ ബസായിർ, ഉൾക്കാഴ്ചയുള്ള കാര്യങ്ങളെ തെളിമയോടുകൂടി കാണാൻ തയ്യാറാകുന്നവരായ ആളുകൾക്ക്. ലിയഅലമു, അവർ മനസ്സിലാക്കണം, അന്നൻ നസ്ര, സഹായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് ലി അഹ്ലിൽ ഈമാൻ, ഈമാനുള്ളവർക്കാണ്. ഫഇൻ ഖല്ല അദദുഹും, അവരുടെ എണ്ണം കുറഞ്ഞാലും ശരി, എണ്ണം കുറഞ്ഞാലും ശരി, ഈമാനുള്ളവർക്കാകുന്നു വിജയം. അപ്പൊ ഈമാനുള്ളവർക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അവർക്ക് വിജയമുണ്ടാകാൻ എന്തൊക്കെ ക്വാളിറ്റി ആയിരുന്നോ അവർക്കുണ്ടായിരുന്നത്, ആ ക്വാളിറ്റി നമുക്കുണ്ടാകണം. ബാത്തിലായ തെറ്റായ ആശയം കൊണ്ടു നടക്കുന്നവർക്കാകുന്നു പരാജയം. അവരുടെ എണ്ണം പെരുത്താലും ശരി, എണ്ണം നോക്കിയിട്ടല്ല, വണ്ണം നോക്കിയിട്ടല്ല, ഒരാള് എന്ത് ആദർശവും എന്ത് കാഴ്ചപ്പാടും എന്ത് വിശ്വാസവും പുലർത്തുന്നു എന്നതാണ് പ്രശ്നം. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തിന്റെയും കയ്യിലുണ്ടായിരുന്നത് പരിശുദ്ധമായ വിശ്വാസമാണ്. ആ വിശ്വാസം വെച്ചുകൊണ്ട് കുറഞ്ഞ ആളുകൾ വഴി പോയിട്ടും അവർക്ക് വമ്പിച്ച വിജയമുണ്ടായി എന്നത് നമ്മൾക്ക് പാഠമാണ്. ഇനി രണ്ടു കൂട്ടം ആളുകളെ നമ്മൾ താരതമ്യം ചെയ്യാം. എന്തിനാ നമ്മൾ യുദ്ധം ചെയ്യുന്നത്? ഈ യുദ്ധത്തിൽ ആരാണ്, എന്താണ് ഉലമയുടെ വ്യത്യാസം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പ്രതിദാനം ചെയ്യുന്ന വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ യോഗ്യനായി അള്ളാഹു മാത്രമേ ഉള്ളൂ, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിൽ മാത്രമേ ബലമർപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിൽ മാത്രമേ തവക്കുലാക്കാൻ പാടുള്ളൂ എന്ന വിശ്വാസമാണ് പ്രതിദാനം ചെയ്തത്. മറുഭാഗത്തുള്ള ആളോ, അവരും അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് അവർ കടലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാറ്റും കോളും വന്ന് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ എല്ലാ സംഗതികളും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം അവർ പ്രാർത്ഥിക്കും. അപ്പൊ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരായ ആളുകളും ആ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഗത്യന്തരമില്ലാത്ത സമയത്ത് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചവരാണ്. എന്നാൽ അതോട് കൂടി ഒരു തകരാറുണ്ട്. എന്താണത്? അള്ളാഹുവിനെ സമീപിക്കണം എങ്കിൽ അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ ചില മധ്യവർത്തികൾ വേണം എന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഈ പറഞ്ഞ ആരാധ്യന്മാർ, ഞങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നവരായ ആരാധ്യന്മാർ ആരാണ്? അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശഫായത്ത് തരുന്നവരാണ്. അപ്പൊ നമുക്ക് ശഫായത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മധ്യവർത്തികളെ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വല്ലദീനത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ മറ്റു രക്ഷാധികാരികളെ സ്വീകരിച്ചവരായ ആളുകൾ, അവരുടെ വിശ്വാസം എന്താ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. അപ്പൊ രണ്ട് തരായി. ഒന്ന്, ഏത് ഗത്യന്തരപ്പെട്ട സമയത്താണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അള്ളാഹു മാത്രം മതി. ഹസ്ബുനല്ലാഹ്, അല്ലാഹ് മതി, അല്ലാഹ് മാത്രം മതി. അള്ളാഹിന്റെയും സൃഷ്ടികളുടെയും ഒരു മധ്യവർത്തിയുടെയും ആവശ്യമില്ല. കാരണം എന്താണ്? അള്ളാഹു മനുഷ്യന്റെ കണ്ടനാടിയേക്കാളും അടുത്തവനാണ്, പിന്നെ അടുപ്പിക്കേണ്ട ആളില്ല. മനുഷ്യന്റെ കണ്ടനാടിയേക്കാളും അടുത്തവനാണ് ഞാൻ. അപ്പൊ അങ്ങനെ അടുത്തവനായ ഒരാളെ പിന്നെ അടുപ്പിക്കാൻ വേറെ മധ്യവർത്തിയുടെ ആവശ്യമില്ല. ഇതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറുഭാഗത്ത് പറയുന്നവരോ, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാൻ, നമുക്ക് ശഫായത്ത് തരാൻ ഏതെങ്കിലും പുണ്യപുരുഷന്മാരായ ആളുകൾ വേണം എന്നാണ് അവരുടെ വാദം. അപ്പൊ ഈ രണ്ട് വാദങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ആ രണ്ട് വിഭാഗം ആളുകൾക്ക് ഒന്ന് ബാത്തിലാണ്, ഒന്ന് ഹക്കാണ്. അതാണ് യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിദാനം ചെയ്തിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഹക്കാണ്, യാഥാർത്ഥ്യമാണ്, അതാണ് സത്യം.
അതല്ലാത്ത ഈ വിശ്വാസങ്ങൾ, മക്കയിലെ മുശ്രിക്കീങ്ങൾ വെച്ചുപോയിട്ടുള്ള ഇത്തരം വിശ്വാസങ്ങളൊക്കെ ബാത്തിലാണ്. അപ്പൊ ഹക്കും ബാത്തിലും തമ്മിൽ അവിടെ വേർതിരിഞ്ഞു. ഹക്കും ബാത്തിലും വേർതിരിഞ്ഞൊരു സമയമാകുന്നു ബദറിന്റെ സമയം എന്ന് പറഞ്ഞാൽ. ഇനി അങ്ങനെ ഒരു വിജയം ഹക്കും ബാത്തിലും വേർതിരിയുകയും സത്യവിശ്വാസികളായ ആളുകൾക്ക് വിജയമുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഉണ്ടാകാൻ ചില ഗുണങ്ങൾ അവരിലുണ്ടാകണം. അതെന്തൊക്കെയാണ്? ഒന്നാമത്തത് വിശ്വാസത്തിന്റെ ഫലമാണ്. മുസ്ലിമീങ്ങൾക്ക് എവിടെയൊക്കെ പരാജയം സംഭവിക്കുന്നുവോ അതിന്റെ ഒന്നാമത്തെ കാരണം എന്താണ്? വിശ്വാസത്തിന്റെ പരാജയമാണ്. വിശ്വാസം എവിടെ രൂഢമൂലമാണോ, എത്രമാത്രം ശക്തമാണോ, അവനിൽ പരാജയം സംഭവിക്കില്ല. സഹാബത്തിനും റസൂലുള്ളാഹിക്കും പരാജയം സംഭവിക്കാതിരുന്നത് പോലെ വിശ്വാസം അത്ര ശക്തിയായിരുന്നു. അന്ന ഖുവ്വത്തുൽ ഈമാൻ, ഈമാനിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഹിയ സിലാഹുൽ ബത്താർ, അതാണ് ഏറ്റവും കനപ്പെട്ട ആയുധം. വിശ്വാസികളുടെ കയ്യിലുണ്ടായിരുന്നത് വടിയും തോക്കും ഒന്നുമല്ല. അവരുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായ ആയുധം വിശ്വാസത്തിന്റെ ഫലമാണ്. ആ ഫലത്തിലാണ് അവർ മുന്നോട്ട് പോയത്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും പ്രയാസകരമായ സാഹചര്യത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരു എളുപ്പം കിട്ടാനുണ്ട്. അതാണ് മക്കയിലെ 13 കൊല്ലത്തെ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജീവിച്ചു പോയിട്ടും അന്തിമമായി ആ വിശ്വാസത്തിന് അള്ളാഹു വിജയം നൽകി എന്നുള്ളത് ഖുവ്വത്തുൽ ഈമാനാണ്. അതാണ് നമ്മൾക്ക് ഒന്നാമതായി ഉണ്ടാകേണ്ടതായ കാര്യം. രണ്ടാമത്തെ വിഷയം എന്താണ്? നമ്മളിൽ എപ്പോഴൊക്കെയാണോ തഖ്വ ശക്തമാകുന്നത്, എപ്പോഴൊക്കെയാണോ നമ്മളിൽ സബർ, ക്ഷമയുണ്ടാകുന്നത്, ക്ഷമയും തഖ്വയും എവിടെയുണ്ടോ അവർക്ക് വിജയമുണ്ടെന്നില്ല. ആ കാര്യം വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ സഹോദരന്മാരെല്ലാം കൂടി കൊണ്ടുപോയി കിണറ്റ് കൊണ്ടുപോയി എറിഞ്ഞു. ആ കിണറ്റിൽ നിന്നും ചില ആളുകൾ അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി മിസ്രിൽ കൊണ്ടുപോയി വിറ്റു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതോ ഒരു കുബേരനായ ആൾ അദ്ദേഹത്തിന് വിലക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വളർത്തി. ആ നാട്ടിലെ രാജാവായിരുന്നു അത്. അങ്ങനെ ആ വീട്ടിലുണ്ടായിട്ടുള്ള ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നു. 10 കൊല്ലം അദ്ദേഹം ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അള്ളാഹുവിന്റെ ചില സഹായങ്ങൾ ഉണ്ടായതിന്റെ ഫലമായി മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കീഴിലുള്ള ഭക്ഷ്യവകുപ്പ് ചുമതലയുള്ള മഹാ ആധിപത്യമുള്ള ഒരാളായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറി. നാട്ടിൽ മുഴുവനും വമ്പിച്ച ക്ഷാമം ബാധിച്ച ഒരു കാലഘട്ടത്തിൽ ആളുകൾ ആശ്രയിച്ചിരുന്നത് അന്നത്തെ മിസ്റിലേക്കായിരുന്നു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാര് ആഹാരം വാങ്ങാൻ വേണ്ടി മിസ്റിലേക്ക് വരികയാണ്. അങ്ങനെ ഈ വന്നവരായ ആളുകൾ തന്റെ സഹോദരന്മാരാണ് എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി. അത് യൂസുഫാണ് എന്നുള്ളത് സഹോദരന്മാർക്കും മനസ്സിലായി. അവർ ചോദിച്ചു അവസാനം. എന്താ ചോദിക്കുന്നത്? ഖാലൂ ഇന്നക അൻത യൂസുഫ്, നീയാണോ യൂസുഫ്? നീ തന്നെയാണോ യൂസുഫ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അന യൂസുഫ്, അത് ഞാൻ തന്നെയാണ് യൂസുഫ്. വഹാദാ അഖി, ഇതെന്റെ സഹോദരൻ ബിന്യാമീനാണ്. ഖദ് മന്നല്ലാഹു അലൈനാ, അല്ലാഹു തആല ഞങ്ങൾക്ക് വലിയ മിന്നത്ത് ഔദാര്യം തന്നു. ഈ രണ്ടാൾക്കാരെയും ദ്രോഹിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ഞങ്ങൾക്ക് മിന്നത്ത് തന്നു. ഖദ് മന്നല്ലാഹു അലൈനാ ഇന്നഹു മൻ യത്തഖില്ലാ. ഇനി പറയുന്ന കാര്യം സൂക്ഷിക്കണം. ഇന്നഹു മൻ യത്തഖില്ലാ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതെങ്കിൽ, വയസ്ബിർ, ക്ഷമിക്കുകയും ചെയ്യുന്നതെങ്കിൽ. രണ്ട് കാര്യമാണ്. ആരിലാണോ തഖ്വയുള്ളത്, ആരാണോ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഫഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു ലാ യുളീഉ, അവൻ പാഴാക്കി കളയുകയില്ല, അജ്റൽ മുഹ്സിനീൻ, ഇഹ്സാനുള്ള നന്മയുള്ളവന്റെ പ്രതിഫലത്തെ അല്ലാഹു തആല പാഴാക്കി കളയില്ല.
യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് കടന്നു പോയിട്ടുള്ളത്. അവസാനം അല്ലാഹു തആല വലിയ ഔന്നത്യമുള്ള പദവിയിൽ അദ്ദേഹത്തിന് കൊണ്ടുപോയി വെച്ചു. അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരായ ആളുകൾക്ക് പോലും തണലായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയത് എങ്ങനെയാന്ന് വെച്ചാ രണ്ട് സംഗതി അവിടെ ഉണ്ട്. ഒന്ന് ക്ഷമയുണ്ട്, പതറിപ്പോകാത്ത ക്ഷമ. രണ്ടാമത്തത് നല്ല തഖ്വ. ഈ രണ്ട് സംഗതികളും എവിടെയുണ്ടോ അവിടെ വിജയം ഉണ്ടാകും. പക്ഷെ താമസിക്കും. ബേജാറാകാൻ പാടില്ല. നമ്മൾ മാനസികമായി ചടക്കാൻ പാടില്ല. നമ്മൾക്ക് വിജയം ഉണ്ടാകും. ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻ പ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതാണ് ബദറിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാഠം. ബദറിൽ നിന്ന് കിട്ടുന്ന പാഠവും അത് തന്നെയാണ്. ഈ ക്ഷമയുടെ കാര്യം എവിടെയൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ബലാ ഇൻ തസ്ബിറൂ വതത്തഖൂ. ബദറിലേക്ക് പോകുന്ന സമയത്ത് വിശ്വാസികളെ വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. ബലാ ഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ, വയതൂകും മിൻ ഫൗരിഹിം ഹാദാ, ആ ശത്രു സൈന്യം ഈ നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്നാലും ശരി, ഈ നിമിഷം അവർ കടന്നു വന്നാലും ശരി, യുംദിദുക്കും റബ്ബുക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് സഹായം തരും. ബിഖംസത്തി ആലാഫിൻ മിനൽ മലായികത്തി മുസവ്വിമീൻ, അടയാളം വെക്കപ്പെട്ട 50,000 മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് സഹായം തരും. എന്താ കണ്ടീഷൻ? ആ ശത്രു സൈന്യം എത്ര വരട്ടെ, ആരെയാകട്ടെ, മൈൻഡ് ചെയ്യണ്ട. ഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നവരാണെങ്കിൽ അള്ളാന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ സഹായമാണ് ബദറിൽ ശത്രുക്കൾക്ക് മഹാപരാജയമായി മാറിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബദറിൽ നിന്നും ഉൾക്കൊള്ളേണ്ടതായ കാര്യം. അവസാനമായി അല്ലാഹു തആല പറയുന്നു, ഇൻ യൻസുർകുമുല്ലാഹ്, ഇൻ യൻസുർകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ, ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ കീഴ്പ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. വഇയഖ്ദുൽകും, അല്ലാഹു തആല നിങ്ങളെ കൈവിടുകയാണെങ്കിലോ, ഫമൻ ദല്ലദീ യൻസുർകും, പിന്നെ നിങ്ങളെ സഹായിക്കാൻ ദുനിയാവിൽ ആർക്കാ കഴിയുക? അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ കീഴ്പ്പെടുത്താൻ പിന്നെ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അള്ളാഹു നിങ്ങളെ കൈവിട്ട് കഴിഞ്ഞാലോ പിന്നെ ലോകത്ത് ആർക്കാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുക? ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഫഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ, ഭരമർപ്പിക്കുന്നവരായ ആളുകൾ അള്ളാഹുവിൽ ഭരമർപ്പിക്കട്ടെ. അള്ളാഹുവിൽ പരമർപ്പിച്ചുകൊണ്ട് അവനവന്റെ കടുത്ത വിശ്വാസവും തഖ്വയും ക്ഷമയുമായി കൊണ്ട് മുന്നോട്ട് പോകട്ടെ. ആ ഭാഗത്തിലാണ് വിജയം ഉണ്ടാവുക. ഇനി ഇതില്ലെങ്കിലോ, ഇല്ലെങ്കിൽ പരാജയം സംഭവിക്കും. അതിനുള്ള ഉദാഹരണം ഖുർആൻ പറയുന്നു. വലൗ അന്ന അഹ്ലൽ ഖുറാ, ലോകത്ത് നശിപ്പിക്കപ്പെട്ട സമുദായത്തിൽപ്പെട്ട ഒരു സമുദായത്തെ പറ്റി പറയാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ, ആ ഗ്രാമക്കാരായ ആളുകൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വത്തഖൗ, അവർ സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ, ആകാശങ്ങളുടെ കവാടങ്ങൾ, അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ നാം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമായിരുന്നു. വൽ അർള, ഭൂമിയുടെയും ആകാശത്തു നിന്നുള്ള റഹ്മത്ത്, കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഭൂമിയുടെ കവാടങ്ങളും അവർക്ക് തുറക്കപ്പെടും. വലാകിൻ, പക്ഷേ കദ്ദബൂ, അവർ കള്ളവാദികളായി പോയി. അല്ലാഹുവിനെ അവർ നിഷേധിച്ചു. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചു വെച്ചിട്ടുള്ള ദുഷ്കൃത്യങ്ങളുടെ ഫലമായി നാം അവരെ പിടികൂടിയതാണ്. അപ്പൊ അള്ളാഹുവിനെ മറക്കുകയും കാഫിറായി തീരുകയും ധിക്കാരിയായി തീരുകയും ചെയ്യുന്നവരായ ആളുകൾ, അവർക്ക് നാശം സംഭവിക്കും. അവർക്ക് തഖ്വയും ഈമാനും എവിടെയാണോ നഷ്ടപ്പെടുന്നത് അവിടെ പരാജയം സംഭവിക്കും എന്നാണ് ഖുർആൻ ഇവിടെ നമ്മെ ഉണർത്തുന്നത്. അപ്പൊ ഇതാണ് ബദറിൽ നിന്നും നമ്മൾ ആർജിക്കേണ്ടതായ പാഠം. നമ്മളൊക്കെ വിശ്വാസികളായി ജീവിക്കുന്നവരാണ്. നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ ഉള്ള വഴിയിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ലോകത്തെല്ലായിടത്തും മുസ്ലിമീങ്ങളായി ജീവിക്കുന്നവർക്കൊക്കെ പ്രതിസന്ധി ഉണ്ട്. എന്താ കാരണം? മുസ്ലിമീങ്ങൾ നല്ലവരല്ലാഞ്ഞിട്ടല്ല,
മുസ്ലിമീങ്ങളെ കുറിച്ച് ലോകത്ത് ആർക്കും ഒരു പരാതിയില്ല. ഇസ്ലാമിക രാജ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. ലോകത്തെ ഏറ്റവും അധികം സമാധാനത്തിൽ മനുഷ്യന്മാർ ജീവിക്കുന്ന നാട് എവിടെയാണ്? ഇസ്ലാം ഭരിക്കുന്ന നാടാണ് സൗദി അറേബ്യ. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഭരണം നടക്കുന്ന നാടാണ്. ആ നാട്ടിലെ മനുഷ്യന്മാർ 100% അമ്ന് നിർഭയത്വത്തിൽ ജീവിക്കുന്നവരാണ്. അവിടെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരായ ആളുകളും ജീവിക്കുന്ന നാടാണ്. പക്ഷെ ആർക്കും വിശ്വാസത്തിന്റെ പേരിൽ ഒരു തരത്തിലുള്ള വിവേചനമോ പ്രശ്നമോ അനുഭവിക്കേണ്ടി വരുന്നില്ല. മനുഷ്യത്വപരമായ എല്ലാ സംരക്ഷണവും ഇസ്ലാമിക ഭരണമുള്ള നാടുകളിൽ, മുസ്ലിമുകളുള്ള നാടുകൾ ജനങ്ങൾക്ക് കിട്ടും. എന്നാലും പരാതിയാണ്. എന്താ പരാതി? ഇവന്റെ വിശ്വാസം ശരിയല്ല, ഇവന്റെ വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി എല്ലാ നാട്ടിലും എവിടെയും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഓർക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ 23 കൊല്ലത്തെ ജീവിതകാലം മുഴുവനും അതാണ്. പക്ഷേ അന്തിമ കാലമായപ്പോ ഇസ്ലാമിനെ സംസ്ഥാപിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു പോയിട്ടുള്ളത്. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന് ഊർജവും വെളിച്ചവും പ്രദാനം ചെയ്യുന്നത് ആ ഒരു വിശ്വാസമാണ്. അല്ലാഹു തആല നമ്മളെ കൈവിടുകയില്ല, അള്ളാഹുവിന്റെ സഹായം നമ്മൾ എപ്പോഴും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ജീവിക്കാനുള്ള ഒരു തന്റേടമാണ് നമ്മൾക്ക് ബദറിലൂടെ നേടാൻ പറ്റുക. ഇനി ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോ നമ്മുടെ നാട്ടിൽ ബദർ 17 അഥവാ റമദാൻ 17 എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആഘോഷത്തിന്റെ സമയമായി ഒരു വലിയ വിഭാഗം ആളുകൾ ഉൾക്കൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. റമദാൻ 17 ആയി കഴിയുമ്പോഴേക്കും കുറെ പോത്തിനെയും എരുമയൊക്കെ വാങ്ങി ബലിയർപ്പിച്ച് അങ്ങനെയൊക്കെ പ്രത്യേകമായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ദീനിലില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ കഴിഞ്ഞ് 2-ാം വർഷത്തിലാണ് ബദർ ഉണ്ടാകുന്നത്. ആ ബദർ കഴിഞ്ഞ് പിന്നെയും 8 കൊല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്തിലുണ്ട്. ഏതെങ്കിലും ഈ 8 കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ റമദാൻ 17 എന്ന് പറയുന്ന ദിവസത്തിന് എന്തെങ്കിലും ഒരു മഹത്വം കൊടുപ്പിക്കുകയോ ആ ദിവസത്തിൽ പ്രത്യേകമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പ്രത്യേകമായി നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആചാരക്രമങ്ങളോ ഒന്നും നമ്മളായിട്ട് ദീനിൽ ഉണ്ടാക്കാൻ പാടില്ല. അതുണ്ടാക്കുന്നത് കൊടിയ കുറ്റമാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. 2 സംഗതി അവിടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ദിവസത്തിന് നമ്മൾ മാഹാത്മ്യം കൽപ്പിക്കുക എന്നുള്ളത് പറയുന്നത് ഒരു വിദേത്താണ്. നമ്മുടെ ഈ ദീനിയായ കാര്യത്തിൽ ആരെങ്കിലും പുതിയൊരു സംഗതി അതിലില്ലാത്തത് ഉണ്ടാക്കിയാൽ തള്ളേണ്ടതാണ്, സ്വീകരിക്കാൻ പറ്റൂല. അത് നിസ്കാരമായാലും നോമ്പാണെങ്കിലും എന്താണെങ്കിലും സ്വീകരിക്കാൻ പാടില്ല, തള്ളേണ്ടതാണ്. 2ാമത്തെ കാര്യം, ഈ പറയുന്ന 17-ാം ദിവസത്തിൽ ആ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലാക്കി എന്തെങ്കിലും ഇബാദത്ത് എടുക്കൽ ബിദ്അത്താണ്. 2ാമത്തേതോ അറവ് നടക്കുമ്പോ ബദരീങ്ങളുടെ മഹത്വം എനിക്ക് കിട്ടാൻ പോവുകയാണ് എന്ന വിചാരത്തിൽ ഒരാൾ അറുത്താൽ ആ അറവെന്തായിന്നറിയോ? ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോകുന്ന, കാഫറായി പോകുന്ന അറവായി തീർന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം മാംസങ്ങൾ തിന്നാനും പാടില്ല. തിന്നൽ എന്താണ്? കുറ്റമാണ്, കുഫ്റാണ്, ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കേസായി പോയി മോയിമാർ. അപ്പോ നാട്ടിൽ പലതും നടന്നുകൊണ്ടിരിക്കും. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നമ്മൾ എന്തായിരിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, അത് തീരുമാനിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അതിലുള്ളത് മാത്രമേ ദീനായി വിശ്വസിക്കുവാനോ ആചരിക്കുവാനോ നമുക്ക് അവകാശമുള്ളൂ എന്ന കാര്യം കൂടി നമ്മൾ പ്രത്യേകമായി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ബദർ എന്ന് പറയുന്ന മഹാസംഭവത്തിന്റെ എല്ലാ നേട്ടങ്ങളും അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന എല്ലാ ഗുണപാഠങ്ങളും ഉൾക്കൊള്ളുകയും അത് നമ്മുടെ ജീവിതത്തിൽ പരിപാലിക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും ഉൾപ്പെട്ട് ജീവിച്ച് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ സമ്മേളിക്കുമ്പോഴേക്കും റമദാൻ മാസത്തിൻ്റെ 3-ാമത്തെ പത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടാവും. 3-ാമത്തെ പത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉൾക്കൊള്ളേണ്ടതുമായിട്ടുണ്ട്. 1-2 ഹദീസുകൾ മാത്രം ഞാൻ പറയാം. വഖദ് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസത്തിലെ അവസാനത്തെ 10-ൽ പ്രത്യേകമായ പരിശ്രമങ്ങൾ നടത്താറുണ്ടായിരുന്നു. മാ ലാ യജ്തഹിദു ഫി ഗൈരിഹാ, അതല്ലാത്ത കാലത്തൊന്നും ഇല്ലാത്ത പരിശ്രമങ്ങൾ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ومن ذلك أنه كان يعتكف فيها ويتحرى ليلة القدر خلالها. ഈ റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ഒരുപാട് പരിശ്രമങ്ങൾ നടത്താറുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അവസാനത്തെ 10-ൽ പള്ളിയിൽ സ്വസ്ഥമായിട്ടിരിക്കുക, എത്തിക്കാതിരിക്കുക. അങ്ങനെ ഇരിക്കുക, 24 മണിക്കൂർ പള്ളിയിൽ തന്നെ ഇരുന്ന് ഇബാദത്തായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അവസാന 10-ലെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മഹത്തായ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ സമയത്തുള്ള പുണ്യത്തെ മനസ്സിലാക്കി അതൊക്കെ നേടാൻ വേണ്ടിയുള്ള ഒരു അശ്രാന്തമായ പരിശ്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് ഹദീസുകൾ നമുക്ക് ധാരാളമായി കാണാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. കഴിയുന്നവരായ ആളുകളൊക്കെയും ഇഅ്തികാഫ് എന്ന് പറയുന്ന സുന്നത്ത് ഹയാത്താക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ റമദാന്റെ എല്ലാ മഹത്വങ്ങളെയും ഒരുമിച്ച് കൂട്ടാൻ എല്ലാവിധ പരിശ്രമങ്ങളും നമ്മൾ ചെയ്യണം. കാരണം റമദാൻ എന്ന് പറഞ്ഞ ഒരു വിരുന്നുകാരനാണ്, കൊല്ലത്തിൽ വരുന്ന ഒരു വിരുന്നുകാരനാണ്. അത് അടുത്ത കൊല്ലം വരുമ്പോൾ നമ്മൾ ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് കിട്ടിയ സമയത്തെയും അവസരത്തെയും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഒക്കെ ആർജിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനീകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.